അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അത് പെട്ടി ഓൾറെഡി ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ തന്നെ പൊട്ടിച്ചു. കാരണം ഇതിനകത്ത് ബീഫും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ റാഷിൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂമിലേക്ക് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ബീഫ് കാര്യങ്ങൾ പൊട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നൈറ്റ് തന്നെ എടുത്ത് അവർക്കുള്ളത് കൊടുത്ത് പിന്നെ കുറച്ച് പേർക്കും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഐറ്റംസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെയിറ്റ് കൂടിയ പ്രശ്നമുള്ളതുകൊണ്ട് കുറേ സാധനങ്ങൾ തന്നെ എടുത്ത് തിരിച്ച് അവിടെ തന്നെ വെക്കേണ്ടി വന്നിട്ടുണ്ട്, വീട്ടിൽ തന്നെ വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ അച്ച് വെച്ചിട്ട് ചെയ്യുന്നൊരു സംഭവമാണിത്. അപ്പോൾ അതിന് തന്നെ 1/2 കിലോ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് കൂടിയത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനത് കൊണ്ടുവന്നത്. പിന്നെ ഇത് കൊണ്ടാട്ടമുളകും പിന്നെ പഴുത്ത മാങ്ങയും കൂടെ അച്ചാറിട്ടത്, കുഞ്ഞുമ്മ അച്ചാറിട്ടിട്ട് ഞാൻ ചെറിയ ബോട്ടിൽ കൊണ്ടുവന്നുള്ളൂ. കാരണം ഇവിടേക്ക് ഖത്തറിലേക്ക് അച്ചാർ, നെയ്യ്, വെളിച്ചെണ്ണ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് കുറച്ച് നാൾ മുമ്പ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആരും കൊണ്ടുവന്നിരുന്നില്ല. പിന്നെ ഇപ്പം എല്ലാവരും കുറേശ്ശെ അച്ചാറും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അധികം ആക്കിയില്ല. ഞാൻ ഓൾറെഡി ഉമ്മ 2 കുപ്പി അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നില്ലെങ്കിൽ ഉമ്മ വേറെ ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുമ്മ ഇതും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ ബോട്ടിൽ മതി, ഇനിയിപ്പോൾ എങ്ങാനും എയർപോർട്ടിൽ സീനായാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ മാങ്ങച്ചാറും പിന്നെ ഈ അച്ചാറുമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ മാങ്ങച്ചാറ്. ഭയങ്കര ടേസ്റ്റാണ്. ഈ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന അച്ചാർ, അത് ഉമ്മിട്ട അച്ചാറാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. ഇത് പെട്ടെന്ന് ഇട്ട് കഴിയുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. പിന്നെ ഇത് മുളക് പൊടിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ മുളക് കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിച്ചതാണിത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ മുളക് പൊടി അങ്ങനെ ഇഷ്ടമാവാറില്ല. അപ്പോൾ മുളക് പൊടി ഇച്ചിരി അധികം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറി മസാലപ്പൊടി, ഇതും ഉമ്മ പൊടിച്ചെടുത്താണ് കേട്ടോ. ഈ കറി മസാലപ്പൊടിയുടെ വീഡിയോയും ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പൊടിയുടെ പാക്കറ്റ് ഞാൻ അഴിക്കുന്നില്ല. പിന്നുള്ളത് ഉഴുന്നുവട പാക്കറ്റായിരുന്നു. അപ്പോൾ ഇന്നലെ അവരുടെ റൂമിലേക്ക് ഫുഡ് കൊണ്ടുപോയപ്പോൾ അവർക്കുള്ളത് പൊട്ടിച്ചിട്ട് ആ പാക്കറ്റ് കൊടുത്തിട്ട് കുറച്ച് നമുക്കുള്ളത് ഈ കവറിലാക്കിയിട്ട് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കത്തി, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എനിക്ക് ഇങ്ങനത്തെ കത്തിയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ കത്തിയാണ്. മറ്റ് കത്തി അങ്ങനെ ഇഷ്ടമല്ല. ഇത് നല്ല കത്തിയാണ്, നല്ല മൂർച്ചുള്ള കത്തിയാണത്. പിന്നെ ഇതെന്തിട്ടായിരുന്നു, ഇത് നോക്കട്ടെ ഏട്ടാ, ഉണക്കമീനാണെന്ന് തോന്നുന്നു. ഉണക്കമീൻ. അയ്യോ, ഇത് ഇന്നലെ എടുത്ത് വയ്ക്കാൻ സംഭവം മറന്നു. പക്ഷേ ഇവിടെ നല്ല തണവായതുകൊണ്ട് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉണക്കമീനാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് ഫ്രഷായിട്ട് ഉണക്കമീൻ ഉണ്ടാക്കാം. പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ പുളിയായിരുന്നു, കൊടംപുളി. ഇത് കൊടംപുളിയാണ്. ഇത് റാഷിൻ്റെ ഫ്രണ്ട് തന്നതാണ്. എപ്പോഴും നാട്ടിൽ വരുമ്പോൾ ആൾ തന്നെയാണ് നമുക്കിത് തരാറ്. അപ്പോൾ അങ്ങനെ അതാണിത്. ഞാനിതൊന്നും അഴിക്കുന്നില്ല, അതങ്ങനെ തന്നെ എടുത്ത് വയ്ക്കുകയാണ്. കാരണം ഇത് പിന്നെ ഞാൻ പെട്ടിയിലേക്ക് തന്നെ എല്ലാം തിരിച്ച് വയ്ക്കും. റൂമൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതൊക്കെ ഒന്ന് കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ചന്ദനത്തിരി. ഇത് വീട്ടിൽ സ്ഥിരം നമ്മുടെ അവിടെ ഉമ്മ ഉപയോഗിക്കുന്ന ചന്ദനത്തിരി, നല്ല മണമുണ്ട് ഇത്. അപ്പോൾ ഉമ്മ അതൊരു പാക്കറ്റ് മേടിച്ചിങ്ങാനിട്ട് പെട്ടിയിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങച്ചാറിൻ്റെ 2ാമത്തെ ബോട്ടിലാണിത്. സാധാരണ അച്ചാർ ഞാൻ കുറേ കൊണ്ടുവരാറുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഇത് 3 കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ ഇതെന്തിട്ടാ, ഇത് കോൽപ്പുളിയും പിന്നെ തേങ്ങ വറുത്തതും. പിന്നെ ഇത് വാപ്പാക്കുള്ളൊരിതും പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ ഇത് വാപ്പാടെ മരുന്നാണ്. പിന്നെ ഇതൊരു ഭരണിയാണ് കേട്ടോ. ഈ ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗി കണ്ടപ്പോൾ മേടിച്ചതാണ്. ഭരണിയാണ്. അപ്പം ഞാനതൊരു കവറിൽ ഇങ്ങനെ കെട്ടിയിട്ട് വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് പൊട്ടുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതും പിന്നെ ഒരു മണ്ണിൻ്റെ ചീനച്ചട്ടി പിന്നെ ഒരു മൺകലം, ഇത് 3ഉം ആണ് പൊട്ടണൊരിതായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ കൊണ്ടുവരാറുണ്ട് ഈ മൺചട്ടിക്കൊക്കെ നല്ലോണം കൊണ്ടുവരാറുണ്ട്. പക്ഷെ പൊട്ടാറില്ല. കാരണം എനിക്ക് മാമനൊക്കെ പാക്ക് ചെയ്ത് തരാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാനാണ് അത് പാക്ക് ചെയ്തത്.
അതുകൊണ്ട് തന്നെ പൊട്ടുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇത് മൂന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചട്ടിയും കലമൊക്കെ ഇന്നലെ തന്നെ ഇറച്ചി എടുത്ത് മാറ്റിയപ്പോൾ, ബീഫൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അത് പൊട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനുള്ളൊരു ഇതിൽ അത് ആദ്യം എടുത്ത് ഞാൻ നോക്കിയത്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കിച്ചണിലേക്ക് വെച്ച് ഇതിനകത്ത് തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തത് ഇത് ഹെന്ന പൗഡറാണ് കേട്ടോ. ഹെന്ന പൗഡറും യൂക്കാലിപ്റ്റസ് ഓയിലുമാണ്. ഇത് ഞാൻ ഇടയ്ക്ക് ഹെന്നയുടെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഷോർട്സിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഹെന്ന, ഓർഗാനിക് ഹെന്ന ഉണ്ടാക്കുന്ന ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാട്ടെ. ഇപ്പോൾ ഒരുപാട് പേര് ഹെന്ന സെയിൽ ചെയ്യുന്നുണ്ട്. അതറിയാത്തവരും ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ A to Z ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടാം. ഇപ്പം എൻ്റെ കയ്യുമുള്ള മൈലാഞ്ചി ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ വീട്ടിലിരുന്നിട്ട് ഒരു ചെറിയ ചെറിയ വരുമാനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഇതാണ് കേട്ടോ. ഇങ്ങനെ ഹെന്ന ഉണ്ടാക്കിയിട്ട് ഈദിൻ്റെ സമയത്ത് അതുപോലെ കല്യാണ സീസണിലൊക്കെ സെയിൽ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഓർഗാനിക് ആണല്ലോ. പിന്നെ ഇപ്പോൾ ഇതൊക്കെ അല്ലേ വരുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതെന്തിട്ടായിരുന്നു, ഇത് ഉണക്കമുളക്, കൊണ്ടാട്ടമുളക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുപ്പിയിലാക്കിയിട്ടാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് എത്തിയപ്പോൾ വെയിറ്റ് കൂടിയപ്പോൾ ഇതൊക്കെ കുപ്പിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കവറിൽ തന്നെ ആക്കി ഒരു ബോട്ടിൽ അവിടെ എടുത്ത് മാറ്റി. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ കവറിലാക്കിയിട്ട് കൊണ്ടുവന്നത്. ഈ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള മുളക് തന്നെ പൊട്ടിച്ചിട്ട് വീട്ടിൽ തന്നെ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കിയതാണ് അത്. ഇതതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ കാന്താരി മുളകും വെള്ളമുളകും ഒക്കെ കൂടെ ഉപ്പിലിട്ടതാണ്. സൊർക്കയിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഉറ്റിയിട്ട് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ബോട്ടിലോടുകൂടെ വെച്ചിരുന്നതാണ്, പിന്നെ കവറേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഈ വെള്ളമുളക് മാത്രം ഉപ്പിലിട്ടതുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കൊണ്ടുവന്നില്ല, അത് അവിടെ മാറ്റി വെച്ചു. ബാക്കിയുള്ള എല്ലാ മുളകും കൂടെ മിക്സ് ആയിട്ടുള്ളത് ഇതേമാതിരി വെള്ളം കളഞ്ഞിട്ട് കവറിലാക്കി. കാരണം കുപ്പിയോടുകൂടെ വെള്ളത്തോടുകൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ലീക്കാവും. കാരണം ഞാൻ ഒരു വട്ടം ഇതേമാതിരി ഉപ്പിലിട്ടിട്ട് ലൂബിക്കൊക്കെ കൊണ്ടുവന്നിട്ട് അതാകെ ലീക്കായിട്ട് പെട്ടിയിലൊക്കെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഞാനിത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതേമാതിരി കവറിലിട്ട് കൊണ്ടുവന്ന് ഇനി ഇത് ഞാൻ നേരെ ഇത് ഒരു ബോട്ടിൽ സൊർക്കയും ഉപ്പൊക്കെ ഇട്ട് വയ്ക്കും. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതും കോൽപ്പുളി തന്നെയാണ് കേട്ടോ. ഇത് മാങ്ങയാണ്. പിന്നെ ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഈ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണത്. നല്ല പ്രൊഡക്റ്റായിരുന്നു കേട്ടോ. പിന്നുള്ളത് ഇതാണ് മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി എനിക്ക് വെളുത്തേം അങ്ങനെ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് മുളക് പൊടി മാത്രം എടുത്ത് അങ്ങനെ ഇഷ്ടമാവാത്തുള്ളൂ. പിന്നെ ഇത് ചെരുപ്പുകളാണ്. പിന്നുള്ളത് ഈ മാങ്ങ ഞാൻ പോരുന്നന്ന് അപ്പുറത്തെ വീട്ടിൽ ഒരു കിറ്റ് പൊട്ടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. കാരണം വെയിറ്റ് കൂടുതലാണ്. അപ്പം ഞാൻ ആകെ ഒരു 4 എണ്ണം എടുത്തിട്ട് പെട്ടിയിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് ഡ്രസ്സ് ഞാൻ സാധാരണ ഹാൻഡ് ലഗേജിലാണ് വെക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അത് ഇങ്ങനെ വാക്യൂം ചെയ്തിട്ട് കാർട്ടൂണിൽ തന്നെ വെച്ചു. പിന്നെ ഇതെല്ലാം എടുത്തിട്ട് ഇത്രയും സാധനങ്ങളാണ് ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കുറേ സാധനങ്ങളൊന്നും എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് അതിനകത്തേക്ക് തന്നെ വെച്ചു. കാരണം കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ അച്ചാറ് കാര്യങ്ങളൊക്കെ നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കിയെല്ലാം ഇതിനകത്തേക്ക് തന്നെ വെച്ചു. ഇനി ഒരു പെട്ടിയും കൂടെ ഉണ്ട് കേട്ടോ, ഹാൻഡ് ലഗേജ് ഉണ്ട്. ഇനി ഹാൻഡ് ബാഗിൽ ഡോക്യുമെൻറ്റ്സും ചിപ്സും കാര്യങ്ങളൊക്കെയാണ് ഹാൻഡ് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഇത് കൊള്ളി വറുത്തത്, അതുപോലെ കുറേ ചിപ്സൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. പിന്നെ ഇത് ഉഴുന്നുവട, ഇത് വറക്കണോടത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് വാപ്പാക്കുള്ളതാണ് കേട്ടോ. 2 പാക്കറ്റ് ഉണ്ടായിരുന്നു 1 കിലോത്തിൻ്റെ. ഒരു പാക്കറ്റ് ഞങ്ങൾക്ക് കൊടുത്ത്, ഒരു പാക്കറ്റ് വാപ്പാക്കുള്ളതാണ്. ഇത് പൂരപ്പൊടിയാണ്. ഇതും വാപ്പാക്കാണ്. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ലത്. വാപ്പാക്ക് ആകെ ഇഷ്ടമുള്ള 2 സാധനമാണ് ഉഴുന്നുവടയും പൂരപ്പൊടിയും. അപ്പോൾ അത് രണ്ടും വാപ്പാക്കുള്ളതാണ്. പിന്നെ മിച്ചർ, ഇതൊക്കെ വറക്കണോടത്തുനിന്ന് ഉണ്ടാക്കണോടത്തുനിന്ന് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ചക്ക വറുത്തത്, ജിലേബി, ലഡു. പിന്നെ ഇത് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു ഇതുകൾ. പിന്നെ ഇത് നമ്മുടെ ഷാള് ഹാങ് ചെയ്ത് വെക്കുന്ന ഒരു ഹാങ്കറാണ്.
അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഹാൻഡ് ലഗേജിൽ വെച്ചത്. പക്ഷേ വെയിറ്റ് കൂടുതലായിരുന്നു. ഇതിൽ തന്നെയായിരുന്നു പത്തിരിയും വെച്ചിട്ടുണ്ടായിരുന്നത്. പത്തിരിയും ഹാൻഡ് ബാഗിലായിരുന്നു. പത്തിരി പക്ഷേ ഇന്നലെ തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂരപ്പൊടിയുടെ പൊടി ഐറ്റംസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു ഇമിഗ്രേഷനിൽ. അവർ പെട്ടിയൊക്കെ നമ്മളെ കൊണ്ട് തുറപ്പിച്ചു. അങ്ങനെ മൊത്തം എടുത്ത് പുറത്തിടിപ്പിച്ചു. എന്നിട്ട് പിന്നെ അവരത് നോക്കിയിട്ട് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ ഒന്നും പറഞ്ഞില്ല, തിരിച്ചു വെച്ചു. അങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പെട്ടി അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.